ഹായ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് ഇന്ന് 14 ദിവസമായി നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് മുതൽ സെൽഫ് ലവ് പ്രാക്ടീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി തൊട്ട് കുറച്ച് ദിവസങ്ങളിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത്. സെൽഫ് ലവ് പ്രാക്ടീസാണ്. അടിസ്ഥാനപരമായിട്ടും മൈൻഡ് പവർ കോഴ്സിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യമാണ് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കാര്യം അതാണ് എല്ലാത്തിൻ്റെ ബേസ്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടോ, നിങ്ങൾക്ക് ഹെൽത്തിൽ പ്രോബ്ലംസ് ഉണ്ടോ, നിങ്ങൾക്ക് കരിയർ ബ്ലോക്ക് ഉണ്ടോ, നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ടോ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സെൽഫ് ലവ് ആണ്. അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സെൽഫ് ലവ്. അതിൽ തന്നെ നല്ലൊരു പ്രാക്ടീസാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഇടക്കാലങ്ങളിലായി സെൽഫ് ലവിനെ സെൽഫിഷായും അഹങ്കാരമായിട്ടൊക്കെ വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ആൾക്കാർ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷോ അഹങ്കാരമോ ഒന്നുമല്ല. സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അയാൾ അത്രത്തോളം യൂണിവേഴ്സിനോട് കടപ്പെട്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ സെൽഫ് ലവ്, യഥാർത്ഥത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ വികാരങ്ങളെയും നമ്മൾ കൺട്രോൾ ചെയ്ത് സമചിത്തതയോടെ ജീവിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ 5-6 സാരി മേടിച്ച് കൊടുക്കുക, സ്വന്തമായിട്ട് എന്തെങ്കിലും, അതൊക്കെ സെൽഫ് ലവ് പ്രാക്ടീസാണെന്നുള്ളതാണ്. യഥാർത്ഥ സെൽഫ് ലവ് എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ വികാരങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് സമചിത്തതയോടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അതിനെ ഒരുപാട് തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് ഇന്ന് സെൽഫിഷായി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അത് തെറ്റായ കാര്യമാണ്. സെൽഫിഷും സെൽഫ് ലവും രണ്ടാണ്. സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. അതാണ് സെൽഫ് ലവ്. സെൽഫിഷ് എന്ന് പറഞ്ഞാൽ അവനവനെ മാത്രം സ്നേഹിക്കുന്ന ഒരവസ്ഥയാണ്. അതൊരിക്കലും സെൽഫ് ലവ് അല്ല. സെൽഫിഷ് എന്ന് പറയുന്നത് സെൽഫ് ലവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു കാര്യമാണ്. അതുപോലെ അഹങ്കരിക്കുക, അവനവൻ്റെ കഴിവുകളിൽ അഹങ്കരിക്കുക എന്നുള്ളതല്ല, അവൻ്റെ കഴിവുകളിൽ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ് സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ സെൽഫ് ലവ് പ്രാക്ടീസിന് വേണ്ടി പറഞ്ഞിട്ടുള്ള സെയിം ചലഞ്ച് തന്നെയാണ് ഇന്ന്. അതാണ് ബേസിക്കായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കണ്ണാടിയിൽ നോക്കി ഐ ലവ് യു പറയുക. നിങ്ങളുടെ കൃഷ്ണമണിയിലേക്ക് നോക്കിയിട്ട് ഐ ലവ് യു പറയുക. ഇങ്ങനെ 10 ടൈംസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, പല തവണ. കണ്ണാടിയിൽ നോക്കി ഐ ലവ് യു എന്ന് പറയുക. ഈ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷ്ണമണിയിലേക്ക് നോക്കിയിട്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ ശരിക്കും നമ്മളുടെ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് ഐ ലവ് യു പറയുന്നത് അതേ ഫീലോടുകൂടി പറയാൻ സാധിക്കുക. ആദ്യമൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അയ്യോ ഇതെങ്ങനെയാണ് പറയുക, എന്തൊരു ചളിപ്പാണ് എന്നൊക്കെ തോന്നും. പക്ഷേ നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ 10ാമത്തെ പ്രാവശ്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ ഫീലോടുകൂടി പറയാൻ പഠിക്കും. അപ്പം നിങ്ങളിത് നിരവധി തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്ന് മാത്രമല്ല, നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ കണ്ണാടി കാണുമ്പോഴൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ കൃഷ്ണമണിയിലേക്ക് 2 മിനിറ്റ് നോക്കിക്കൊണ്ട് നിൽക്കുക. അതിനുശേഷം ഹൃദയത്തിൽ നിന്ന് ഐ ലവ് യു പറയുക. അത് ഒരു വളരെ പവർഫുള്ളായിട്ടുള്ള സെൽഫ് ലവ് പ്രാക്ടീസിങ് ടെക്നിക്കാണ്. അപ്പോൾ ഇതിന്ന് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത ചലഞ്ചുമായിട്ട് നമുക്ക് കാണാം.